ഒരു പൊതു അവധി ദിവസം എല്ലാ കുടുംബങ്ങളിലെയും പോലെ എന്തോ ഒന്നും രണ്ടും പറഞ്ഞ് ചെറിയ മുറുമുറുപ്പും അത് വലിയൊരു ഉടക്കിലേക്കുമായി ഞങ്ങൾ മാറി. എന്തെന്നില്ലാത്ത ഒരു സന്തോഷത്തോടെയാണ് നേരം പുലർന്നത്. പക്ഷേ ഈ ഉടക്ക് എവിടെയാണ് തുടങ്ങിയതെന്ന് രണ്ടുപേർക്കും അറിയില്ല. പരസ്പരം വാശിയോടെ ഓരോരുത്തരും എന്തൊക്കെയോ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം വേസ്റ്റാവേണ്ട ആ ദിനം മൊത്തത്തിൽ വേസ്റ്റ് നീക്കുന്നതിനായി ലാസ്റ്റ് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഭാര്യ ഒരു തലയിൽ നിന്ന് തുടങ്ങി മറുകരയിൽ നിന്ന് ഞാനും അല്ലറ പണികളൊക്കെയായി പരസ്പരം കൂട്ടിമുട്ടി കഴിഞ്ഞപ്പോൾ മെല്ലെ ആ ഉടക്കൊക്കെ മാറുകയാണ് ഉണ്ടായത്. ജീവിതത്തിൽ മനുഷ്യർ സന്തോഷിക്കുന്ന നിമിഷം വളരെ കുറച്ചാണ്. കൂടുതൽ സമയവും എന്തെങ്കിലും പണിയുമൊക്കെ ചെയ്ത് അല്ലറ ചില്ലറ വിഷമങ്ങളും ഒക്കെയായി കഴിഞ്ഞുകൂടും. പക്ഷേ സന്തോഷ നിമിഷം എന്ന് പറയുന്നത് ഒരു നിമിഷം മാത്രമാണ് ഉണ്ടെങ്കിൽ ആ സന്തോഷത്തിന് വലിയ ഒരു അർത്ഥമുണ്ടാകും. രാവിലത്തെ ഉടക്കൊക്കെ മെല്ലെ പരസ്പരം പണി ചെയ്ത് കൂട്ടിമുട്ടിയപ്പോൾ മാറിക്കഴിഞ്ഞു. എന്നാൽ ഒരു തലയ്ക്കിൽ നിന്ന് ഞാനും അങ്ങനെ പുറമേയുള്ള തണ്ടിക മുറിയിൽ കയറി കുറേ അധികം സാധനങ്ങൾ ഒതുക്കി മാറ്റാനുണ്ടായിരുന്നു. തന്നെയുമല്ല 2 മാസത്തിലൊരിക്കൽ പ്ലാസ്റ്റിക്കുകൾ, അതുപോലെ പാട്ടകൾ, കുപ്പികൾ, ചെരുപ്പുകളൊക്കെ പ്രത്യേകം പറക്കി മാറ്റി തിരിഞ്ഞ് ചാക്കിലാക്കുന്നൊരു പതിവുണ്ട്. എന്നാൽ ഈ ഉടക്ക് മാറുന്നതിനുള്ള ഏറ്റവും നല്ലൊരു വിദ്യ അത് തന്നെയാണ് എന്ന് ഞാനും മനസ്സിൽ കരുതി. അങ്ങനെ ഭാര്യ അങ്ങേ തറയ്ക്കിൽ നിന്ന് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങേ തറയ്ക്കിൽ നിന്നും ഓരോന്നായി പറക്കി മടക്കി ഒതുക്കി ചക്കുകളും സഞ്ചികളുമൊക്കെ പ്രത്യേകം ഒടുക്കി തണ്ടിക മുറിയിൽ അടക്കി ഒതുക്കി വയ്ക്കുകയാണ്. പ്രധാനമായും ആയുധങ്ങളും അതുപോലെ മറ്റ് ചാക്കുകെട്ടുകളുമൊക്കെ വയ്ക്കുന്ന ഒരു മുറിയാണിത്. അവിടെ തിങ്ങിക്കൂടി കിടക്കുകയായിരുന്നു കുറേ ദിവസങ്ങളായിട്ട്. തന്നെയുമല്ല എല്ലാ മാസവും 2-ാം തീയതിയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടാൻ മുനിസിപ്പാലിറ്റി വാഹനം വരുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങളും അവരുടെ ഇടപെടലുകളും നമ്മുടെ നാടിൻ്റെ വല്ലാത്തൊരു ശോഭയാണ് നാട്ടിൽ തീർത്തിട്ടുള്ളത്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നിസ്തൂലമായ ആ സേവനമില്ലെങ്കിൽ നമ്മുടെ നാട് കഴുകൻ കൊത്തി വലിച്ച പോലെ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് കുന്നുകൂടുമായിരുന്നു. സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും ആ പുതിയ മനോഭാവ രീതിയും മുൻപോട്ടുള്ള ദീർഘവീക്ഷണത്തോടുള്ള ഇടപെടലും നമ്മുടെ നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളും പട്ടണ പ്രദേശങ്ങളുമൊക്കെ ശുദ്ധിയിൽ തിളങ്ങി വരികയാണ്. കേരളം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എന്ന് വേണ്ട ശുചിത്വ രംഗത്തും സാക്ഷരതാ രംഗത്തും എല്ലാ രംഗത്തും 1-ാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാർക്കുള്ള സമ്മാനം പോലും നമ്മുടെ കൊച്ചു കേരളത്തിലാണ് കിട്ടിയത് എന്ന് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ പെറുക്കിക്കൂട്ടിയ മാലിന്യങ്ങളൊക്കെ തിരിഞ്ഞ് വ്യത്യസ്ത ചാക്കുകളിലാക്കി ഒരു കൂട്ടിൽ ഷെമ്മി കവറുകളും, മറ്റൊരു കൂട്ടിൽ ചെരുപ്പുകളും, മറ്റൊരു കൂട്ടിൽ പ്ലാസ്റ്റിക് കുപ്പികളും, മറ്റൊരു കൂട്ടിൽ പാട്ടയും കട്ടി പ്ലാസ്റ്റിക്കുകളും ഒക്കെ വെവ്വേറെ ആക്കി വയ്ക്കുകയാണ്. പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ കട്ടി പ്ലാസ്റ്റിക്കുകളും ഇരുമ്പ് ഐറ്റംസും ഒക്കെ ഞങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുക്കാറാണ് പതിവ്. ബാക്കിയുള്ള ഷെമ്മി കവറുകൾ കഴുകി ഉണക്കി ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ചും പാലിൻ്റെ പാക്കറ്റുകളൊക്കെ പ്രത്യേകം കഴുകി തന്നെയാണ് ഞങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാറ്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോന്നായി സൂക്ഷിച്ചും തരംതിരിച്ചും വച്ച് ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വഴി കൊടുത്തു വിടുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടവും നമ്മുടെ പരിസരവും അതുപോലെ നമ്മുടെ സമൂഹവും നമ്മുടെ ആ പ്രദേശങ്ങളുമെല്ലാം വളരെ ശുദ്ധിയാവും. ഇത് ഓരോരുത്തരും ചെയ്തു വരേണ്ട ഒരു കാര്യമാണ്. ഈ അടുത്ത കാലങ്ങളിലായി കേരളത്തിൽ വളരെ നന്നായി തന്നെ ഈ സംവിധാനം നിലനിന്നു പോകുന്നു. ഇവയെല്ലാം പ്രത്യേകിച്ച് പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ പഞ്ചായത്ത് തലത്തിലും അതുപോലെ കോർപ്പറേഷൻ തലത്തിലുമൊക്കെ ഇത് പൊടിച്ചും അരിച്ചും ഒക്കെയായിട്ട് വൻ സെറ്റപ്പിൽ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ടാറ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയായി ഇത് ഉപയോഗിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പിണക്കം തീർത്തത് ആ ഒരു ദിവസം വേസ്റ്റായി പോകുമായിരുന്ന ദിവസം വേസ്റ്റെല്ലാം നീക്കി മനോഹരമായ ഒരു ദിവസമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് ഇതുവഴി കഴിഞ്ഞു.
അവസാനം കൂടിക്കിടന്ന തേങ്ങ പറിച്ചിട്ടിരുന്നതെല്ലാം നനഞ്ഞും കുഴഞ്ഞുമൊക്കെ കിടക്കുകയായിരുന്നു. എന്നാൽ അതിനെല്ലാം ചാക്കിലാക്കി തണ്ടികയിൽ കുറച്ച് സ്ഥലമൊക്കെ ഒതുക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ തണ്ടികയിലേക്ക് തന്നെ മാറ്റാം എന്നുള്ള തരത്തിലേക്ക് ഞാൻ ചാക്കിലേക്ക് അവയെയും മാറ്റുകയാണ്. തന്നെയുമല്ല, താറാവുകളും കോഴികളും കിളികളും എല്ലാം വന്നതോടുകൂടി അവക്കുള്ള തീറ്റകളൊക്കെ ഓരോരോ ബക്കറ്റുകളിലാക്കി പ്രത്യേകം കഴുകിയെടുത്ത് ബക്കറ്റിൽ ഞങ്ങൾ സൂക്ഷിച്ച് ആ റാക്കിൽ കിളികൾക്കും കോഴികൾക്കും താറാവുകൾക്കുമുള്ള തീറ്റകൾക്ക് മാത്രമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. തന്നെയുമല്ല, അത്രയും ഇടം രാവിലെ നോക്കുമ്പോഴൊക്കെ വലിയൊരു സന്തോഷം തോന്നുകയും ചെയ്യും. എല്ലാം വളരെ ഭംഗിയായി കിടക്കുന്നതാണ്. നമ്മൾ മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. കിട്ടുന്നതെല്ലാം ഓരോ ഇടങ്ങളിൽ ഓരോ മൂഡിനനുസരിച്ച് ഇട്ടുകൊണ്ടേയിരിക്കും. അതവിടെ കുന്നുകൂടി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ മാനസിക ഒരു ഉല്ലാസമില്ലാത്ത സമയങ്ങളിലൊക്കെ കിട്ടുന്നതൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു മൂലയ്ക്ക് കൂട്ടിയിടും. പിന്നീട് നോക്കുമ്പോൾ അതെല്ലാം അസൗകര്യമായി മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ അകത്തളങ്ങളിലാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കാണുന്നതെല്ലാം വാങ്ങും. പക്ഷേ അതൊന്നും നമുക്ക് ആവശ്യമുണ്ടായിരിക്കുന്നതല്ല. ഒരു മനുഷ്യൻ നമ്മൾ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അത്യാവശ്യമുള്ളതും ആവശ്യമുള്ളതും അനാവശ്യമുള്ളതുമായ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ. അപ്പോൾ വീടിൻ്റെ അകത്തളങ്ങളിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഒഴിവായി കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ ഓരോ മാലിന്യ കൂമ്പാരമായി ഓരോ വീടിൻ്റെ അകത്തളങ്ങളും പുറന്തളങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. അതിനെ പക്ഷേ 2-3 മാസത്തിലൊരിക്കൽ ഇതുപോലെ ഒരു സേവനവാരം, നമ്മൾ ഗാന്ധി ജയന്തി ദിനത്തിലൊക്കെ സേവനവാരം നടത്തുന്നത് പോലെ ഒരു ഹാർഡ് വർക്ക് 2 പേരും ഉള്ളത് അല്ലെങ്കിൽ വീട്ടിലുള്ള അംഗങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് നടത്തുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളും പുറങ്ങളും പരിസരങ്ങളുമൊക്കെ വളരെ മനോഹരമായി തീരും. തന്നെയുമല്ല, ആ ഒരു ദിവസം നമുക്ക് വല്ലാത്തൊരു ഉത്സാഹം തോന്നുകയും നമ്മുടെ വീടും പരിസരവുമൊക്കെ വൃത്തിയായി കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുകയും ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾക്ക് ആദ്യകാലത്ത് ആടുകളും കോഴികളും താറാവുകളുമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അന്ന് മുറ്റമടിക്കുന്ന കരിയില കൊണ്ട് ഞങ്ങൾ കൂമന കൂട്ടിയിട്ട് അത് ജൈവവളമാക്കി എടുക്കുന്ന പരിപാടികളും ഉണ്ടായിരുന്നു. അത് ചാക്കിൽ നിറച്ച് വച്ചിരുന്ന ഒരു മൂലയാണിത്. അത് ചാക്കൊക്കെ ദ്രവിച്ച് അവിടെ വളം കൂടിക്കിടക്കുകയാണ്. അതിനെയും ഞാൻ ഒരു ബക്കറ്റിലേക്ക് കോരിയെടുക്കുകയാണ്. വളങ്ങളൊക്കെ ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ ഇന്നു മുതൽ ഞങ്ങൾ നമ്മുടെ വേസ്റ്റുകളും അതുപോലെ മീൻ വേസ്റ്റും മറ്റൊക്കെ ഇട്ട് ഒരു വേസ്റ്റ് ബിന്നിലേക്കിട്ട് പുതിയ സ്ലറി ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അത് മറ്റൊരു ദിവസം നിങ്ങളെ കാണിച്ചു തരാം. ഇതിനൊന്നും വലിയ മുടക്കുകളൊന്നും ഇല്ലാത്ത പാത്രങ്ങളും നമ്മുടെ ഈ പെയിൻറ്റ് ബക്കറ്റുകൾ മാത്രം മതിയാവും. അത് 1-2 ബക്കറ്റുകളൊക്കെ എടുത്ത് തുളച്ച് അത് ഭംഗിയാക്കി വേസ്റ്റ് ബിൻ ഉണ്ടാക്കാവുന്ന സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാം. കാശ് കൊടുത്താൽ എല്ലാം വാങ്ങാൻ കിട്ടും. പക്ഷേ നമുക്ക് വേസ്റ്റാകുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ മനോഹരമാകുന്ന വേസ്റ്റ് നീക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്ക് സന്തോഷം കിട്ടുന്ന ചില മേഖലകളും സന്തോഷങ്ങളുമാണ്. ഓരോ ഇടങ്ങളിൽ നിന്നും അങ്ങനെ ഓരോന്നോരോന്നായി പെറുക്കി മാറ്റി പ്ലാസ്റ്റിക്കുകൾ പ്രത്യേകം ചാക്കിലാക്കി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൊടുത്തുവിടാൻ പാകത്തിന് വളരെ മനോഹരമായി ചാക്കിൽ കെട്ടിവയ്ക്കുകയും ചില്ലുകുപ്പികളൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെയാണ് കൊണ്ടുപോവുക. അതുപോലെ ചെരുപ്പുകളും ആ സമയങ്ങളിൽ കൊടുക്കാൻ പാകത്തിന് അവയെ ഞങ്ങൾ പാക്ക് ചെയ്ത് വയ്ക്കാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ദിവസങ്ങളിലെ എന്തെങ്കിലും ഒരു ദിവസം ഉടക്കുണ്ടാക്കുന്ന ദിവസം, പ്രത്യേകിച്ചും ആ വേസ്റ്റാവാത്ത ദിവസം, ആ ദിവസം വേസ്റ്റാവാണ്ടിരിക്കാൻ വേസ്റ്റുകളെ നീക്കുക എന്നുള്ളത് രസകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ആ വാക്കുകൾ തന്നെ രസകരമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ എല്ലാം അടിച്ചൊതുക്കി പ്ലാസ്റ്റിക്കുകളെല്ലാം നീക്കി ആ പ്രദേശം കണ്ടില്ലേ, എല്ലാം വളരെ മനോഹരമാക്കി കിളികളുടെയും കോഴികളുടെയും താറാവുകളുടെയൊക്കെ തീറ്റയൊക്കെ 4 ബക്കറ്റുകളിലാക്കി അടക്കി ഒതുക്കി ഭംഗിയാക്കി വെച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ ഉടക്കെല്ലാം തീർന്ന് വളരെ സുന്ദരമായ ഒരു ദിവസമായി മാറ്റിയെടുത്ത് ആഘോഷിക്കാനുള്ള ശ്രമത്തിലാണ്. ഇത്തരം വീഡിയോകളും ചാനലുകളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, പച്ചപ്പാടിൻ്റെ സന്തോഷം എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ ഇത്തരം വീഡിയോകളും നിങ്ങളുടെ അടുക്കലേക്ക് എത്തും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ചാനലും എൻ്റെ സംപ്രേഷണങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ മറ്റൊന്നും പറയേണ്ടതില്ല. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കുറിക്കാവുന്നതാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോകളും കാഴ്ചകളും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്കേവർക്കും, എൻ്റെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ചും പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഗുഡ് ബൈ.